ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു മഴയുള്ള ദിവസം എങ്ങനെയാണെന്നുള്ള വീഡിയോ റെയിനി ഡേ ഇൻ മൈ ലൈഫ്. 2-3 ദിവസമായിട്ട് പ്രൊഡക്റ്റീവായിട്ടിരിക്കാനായിട്ട് ഞാൻ കുറച്ച് ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ രാവിലെ നേരത്തെ എണീക്കുന്നത് അതിലില്ല. നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നും ഒരു 11 മണി ആ ടൈമൊക്കെ എണീറ്റപ്പോൾ. അപ്പോൾ രാവിലെ തന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നല്ല ഗ്ലൂമി ആയിട്ട് ഇരുണ്ടൂത്തിയാണ് ഇരുന്നേക്കുന്നത്. അങ്ങനത്തെ ക്ലൈമറ്റ് ആർക്കെങ്കിലും ഇഷ്ടമാണോ? ഹലോ ഗായ്സ്, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ഓർ എ ന്യൂ വ്ലോഗ്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ മുടി കെട്ടി വെക്കാം. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കണേന്. പ്രത്യേകിച്ചൊന്നും പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ ദിവസം എന്താ വെച്ചാൽ ആസ് യൂഷ്വൽ ഒരു ബോറിംഗ് ഡേ ആയിരിക്കും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. എൻ്റെ തല കിട്ടുന്നുണ്ടോ, തല കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇച്ചിരി കുനിഞ്ഞിരുന്നാലേ എൻ്റെ തല കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഡേ ഇൻ മൈ ലൈഫിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഫോണിന് എവിടെ വെക്കണ്ടെന്നുള്ളൊരു ആംഗിൾ ഒന്നും കിട്ടണ്ടായില്ല. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ തന്നെ എൻ്റെ തലയുടെ പൊക്കത്തോട്ടുണ്ടായില്ല, തലയുടെ താഴത്തോട്ടാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേസ്, ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്തോളൂ കേട്ടോ. സോ ഇന്ന് നല്ല തണുപ്പാണ്. മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂണിന് മുന്നേ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റൊക്കെ ആകുമ്പോഴല്ലേ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈവനിങ്ങിലൊക്കെ ആകുമ്പോൾ മഴയുണ്ട്. അപ്പം അതുകൊണ്ടിട്ടാണ് അതിത സോക്സ്. മഴക്കാലം തുടങ്ങിയ എനിക്ക് സോക്സ് ആണ്. നല്ല തണുപ്പാണ്, പ്രത്യേകിച്ച് കാലിന്. എങ്ങനെ വാദം വല്ലതാണ്. ഞാൻ യൂട്യൂബ് വീഡിയോ ഉണ്ടപ്പോൾ ആ ചേച്ചിങ്ങനെ സോക്സ് ഉള്ളത് വാദത്തിൻ്റെ എന്തോ അസുഖങ്ങളുണ്ട് അങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തണുക്കോലെ കാല് വാദം വല്ലതാണോ? ബട്ട് ഇറ്റ്സ് നോട്ട്, ഐ തിങ്ക് സോ. അപ്പോൾ ഇപ്പം ഞാൻ എണീറ്റേ ഉള്ളൂ. സമയം 9:30 10 മണിയോ അങ്ങനെ എന്താണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ മെസ്സേജ് വന്നായിരുന്നു ആമസോണിൽ. ഞാൻ 2-3 ആമസോണിലല്ല, ഞാൻ കുറച്ച് സാധനങ്ങൾ മേക്കപ്പ് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരും എന്ന് വെച്ചാൽ ഇന്ന് 2 സാധനം ഇന്ന് വരുന്നു. ഔട്ട് ഫോർ ഡെലിവറി എന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഐ എം എക്സൈറ്റഡ്. അത് കിട്ടാനായിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ കാണിച്ചാൽ എന്താണ് അത് ഞാനൊരു ലോങ് വീഡിയോ അതിന് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രൈ ന്യൂ മേക്കപ്പ് പ്രോഡക്ട്സ് അതിന് മുന്നെയോ ഇതിന് ശേഷമോ വരും. എല്ലാ സാധനവും വന്നിട്ട് ചെയ്യാം. അപ്പോൾ അത് വരാൻ വെയിറ്റിംഗ് ആണ്. വരുമ്പോൾ കാണിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു കൊറിയർ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പാക്കേജിങ് കണ്ടോ? ഭയങ്കര ഒരു വൃത്തിയായിട്ട പാക്കേജ്. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ എന്തോ വന്നു. ഞാൻ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തതാണ്. ഇപ്പം ആമസോണിലൊക്കെ നല്ല ഫാസ്റ്റ് ഡെലിവറി ആണെന്ന് തോന്നുന്നു. 2 ദിവസത്തിനുള്ളിലൊക്കെ കിട്ടും. നേരത്തെയൊക്കെ 4-5 ദിവസമൊക്കെ എടുക്കുമായിരുന്നു. നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. ഇത് ഞാൻ വേണ്ടാണ്ട് കളഞ്ഞതാണ്. ഇതിന് മൂർച്ചയില്ലെന്നൊക്കെ പറഞ്ഞ് കളഞ്ഞതാണ്. ഇങ്ങനത്തെ റേസേഴ്സൊക്കെ നിങ്ങൾക്ക് മൂർച്ചയില്ലെങ്കിൽ ഇതുപോലെയുള്ള പാക്കേജിങ് ഒക്കെ അൺബോക്സ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. ഒരു ദിവസം എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഈ പാക്കേജിങ് അൺബോക്സ് ചെയ്യലാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഔട്ട് ഫോർ ഡെലിവറി എന്ന് പറഞ്ഞാൽ കാണിച്ചത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെസ്സേജ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ബ്ലഷാണ് കേട്ടോ. നല്ല പാക്കേജ്. കാണിച്ചു തരാം. പിന്നെ കാണിച്ചു തരാം. ഒരു ബ്ലഷും പിന്നെ ഒരു മസ്കാര. കറക്റ്റ് അതിൻ്റെ ഉള്ളിലിരുന്ന് വെച്ചത് ചെറിയ പാക്കേജ്. ഇത് രണ്ടാണ് പ്രൊഡക്ട്സ്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് തന്നെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം എന്തായാലും അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ചിലപ്പോൾ ഇതിന് മുന്നേ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞായിരിക്കും ഇടാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പം ഞാൻ പല്ല് തേച്ചു. പല്ല് വെച്ചിട്ടൊന്നു ഗ്രീൻ ടീ ഉണ്ടാക്കി. ഗ്രീൻ ടീ നല്ല ചൂടാണ്. ഗ്രീൻ ടീ ഉണ്ടാക്കി പല്ല് തേച്ചു. അപ്പോൾ അടുത്തത് പിന്നെ എനിക്ക് വിശക്കണുണ്ട്. ഇന്ന് ഇച്ചിരി വയറൊരു ഗുളുഗുളു. ഇതുള്ള വിശക്കുണ്ട് നല്ലോണം, ഒരു ഗുളുഗുളു ഫീൽ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഭക്ഷണം കഴിക്കും. എന്തായാലും പുട്ടുണ്ടാക്കിയ സംഭവമാണ്, ഗോതമ്പ് പുട്ട്. അപ്പോൾ അത് ചൂടാക്കി കഴിക്കണം. പിന്നെ എനിക്കിപ്പോൾ കുറച്ച് നല്ല സ്വഭാവങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 1 വീക്ക് പോലും ആയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് പുതിയ കാര്യങ്ങൾ ഇച്ചിരി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലൊന്നാണ് ജേർണലിങ്.
ആക്ച്വലി ജേർണലിങ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ പേര് വീഡിയോയിൽ ചെയ്യണം കണ്ടിട്ടുണ്ട്. എസ്തെറ്റിക്കലി ജേർണലിങ്, ഡയറി എഴുതാനുള്ള ജേർണലിങ് മോസ്റ്റ്ലി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെ ജേർണലിങ് ചെയ്താൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടും അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ ആങ്സൈറ്റി കുറയും, നമുക്ക് ഇച്ചിരി കൂടെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ളൊരു ഫീലൊക്കെ കിട്ടുന്നു. ചുമ്മാ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും തോട്ട്സൊക്കെ ഒന്ന് എഴുതി വെക്കാനും. ഞാൻ 2-3 ദിവസമായിട്ട് ഇതിപ്പോൾ എഴുതുന്നുണ്ട്. ഇത് ഞാൻ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മേടിച്ച ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഡയറി വേണം അന്ന് ഇങ്ങനത്തെ ഒരു ക്യൂട്ട് ബുക്ക് വേണം എന്ന് പറഞ്ഞാൽ മേടിച്ചാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റൊക്കെ എഴുതി വെക്കാൻ. പക്ഷെ അത് മേടിച്ച പടം തന്നെ വെച്ചേക്കണത് വേണ്ടി ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യണത് 4-5-6 മാസമായി. അപ്പം ഇത് ഞാൻ എന്താണെന്ന് കാണിക്കണില്ല, അത് ഇത്ര എഴുതിയിട്ടുണ്ട്. ഇത് ഇന്നലെ എഴുതിയതാ. ഇങ്ങനെയാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ വല്ല കണ്ടൻറ്റൊക്കെ ഐഡിയ ഓർത്താൽ ഇങ്ങനെ എഴുതി വെക്കും. അപ്പം ഇന്നലെ പക്ഷെ ഇതിൽ എന്തൊക്കെ ഞാൻ ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ കുറച്ച് ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാറുണ്ട്. അപ്പം ഇന്നലത്തെ ടു ഡു ലിസ്റ്റ് ആയിരുന്നു ഇന്നലത്തെ ഷൂട്ട് ഷോർട്സ്. ദെൻ അപ്പം ഞാൻ ഇന്നലത്തെ ടു ഡു ലിസ്റ്റ് എന്താന്ന് വായിക്കാം. ഷൂട്ട് ഷോർട്സ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ടിക്ക്. ഓക്കെ, അത് ചെയ്തു. പിന്നെ ഡ്രോയിങ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒരു ഹോബി ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, അത് വേറെ കാര്യം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി വരയ്ക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ ബോറടിക്കും, നമുക്ക് എന്തെങ്കിലും വരയ്ക്കാമല്ലോ. ബുക്ക് ഞാൻ കുറേ മുന്നേ മേടിച്ചിട്ടുണ്ട്, പക്ഷെ വരച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് വരക്കാന്ന് വിചാരിച്ച്. വരക്കാമെന്നറിയില്ല കേട്ടോ. ബട്ട് പിന്നെ ടേക്ക് എ ബാത്ത്. ഓക്കെ, അത് ചെയ്തു. അപ്പോൾ ഷോർട്സ് ഞാൻ എടുത്തു. പിന്നെ കുളിച്ചു, ഡ്രോയിങ് അതും ചെയ്തു. അപ്പോൾ ഈ 3 കാര്യം ചെയ്തിട്ടുണ്ട് ഇതിലെ. പിന്നെ ഇന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതി വെക്കാം. ഇന്ന് ഒബ്വിയസ്ലി ഞാൻ എഴുതാൻ പോണത് ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുക, ഒരു പടം എന്തെങ്കിലും ഇങ്ങനെ യൂട്യൂബ് നോക്കി ഇങ്ങനെ എന്തെങ്കിലും വരക്കണം എന്നുണ്ട്, പട്ടിയോ പൂച്ചയോ, അത് 2. പിന്നെ ജേർണൽ ഇത് തന്നെ എഴുതുക എന്നുള്ളത്. അപ്പം ഇത്രയാണ് ഇന്നുള്ളത്. ഇന്ന് വേറെ ഒന്നുമില്ല, വീഡിയോ ഒന്നും എടുക്കണില്ല, കാരണം ഞാൻ എടുത്ത ഷോർട്സ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, അല്ല ഇന്നത്തെ ടു ഡു ലിസ്റ്റ്. അപ്പം നമുക്കിത് എന്തൊക്കെയാണ് എഴുതാം. പിന്നെ അപ്പം ഞാൻ തുടങ്ങിയ ശീലങ്ങൾ ഒന്ന് ഈ ജേർണൽ എഴുതലും, ഒന്ന് പടം വരക്കലാണ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വായനാശീലം തുടങ്ങുന്നത്. കാരണം എൻ്റെ സിസ്റ്റർ വായിക്കും. അപ്പോൾ ആ ബുക്കൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയൊക്കെ കട്ടിയുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മടി അത് വായിക്കാൻ. കുറേ ലവ് സ്റ്റോറീസൊക്കെയാണ്. വേറൊന്നും ഞാൻ ഓർക്കണില്ല. എന്തോ ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറിയോ, പിന്നെ ട്വിസ്റ്റഡ് ലവോ, അങ്ങനെ എന്തൊക്കെയോ. അതുപോലെ എന്തൊക്കെയോ പേരൊക്കെയാണ് കൊടുക്കുക. ഞാൻ അവളോട് ചോദിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് വായിക്കാനായിട്ട് പോയി. അപ്പം ചോദിച്ചു, അത് നീ വായിക്കുന്ന ബുക്കിൽ ഏതെങ്കിലും നല്ലതുണ്ടെങ്കിൽ എനിക്കൊന്ന് സജസ്റ്റ്. അവൾ 1-2 ബുക്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മേടിച്ചിട്ട് ഇനി വായിക്കാൻ തുടങ്ങണം. അല്ലെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ്. ബുക്കാകുമ്പോൾ ഫുൾ ടൈം ഫോണിലാണ്. ഫോൺ ചാർജ് ചെയ്തിടുമ്പോൾ പിന്നെ ബോറടിച്ചിരിക്കണം. അല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ടിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. ചാർജ് ചെയ്തിട്ടിട്ട് ആരും ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ? സോ ഞാൻ വെച്ചാൽ ബുക്ക് വായിച്ച് നമുക്കത് വായിച്ചുകൊണ്ടിരിക്കാമല്ലോ. ഇനി മെയ്ബി ബുക്ക് വായിച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഫോൺ യൂസ് ചെയ്യലും കുറയ്ക്കാം. അപ്പം എല്ലാവരും റീഡിങ് ഹാബിറ്റൊക്കെ തുടങ്ങാം. അപ്പം ഞാനിതിൻ്റെ ഈ ടു ഡു ലിസ്റ്റ് ഈ മന്തിൽ അല്ലെങ്കിൽ January 1 നെക്സ്റ്റ് മന്തിലെങ്കിലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് ഇനി ഗ്രീൻ ടീ ചൂടാറിയിട്ട് ഇത് മോന്തിക്കൊണ്ടിരിക്കും. ഓക്കെ, ചിലപ്പോൾ നേരത്തെ എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞല്ലോ, ഗ്രീൻ ടീ കുടിച്ചാൽ ചിലപ്പോൾ വിശപ്പ് പോവായിരിക്കും, അറിയില്ല. സോ ഇപ്പം ഞാൻ ഇതിപ്പോൾ എഴുതാൻ തുടങ്ങിയിട്ടും വരയ്ക്കാൻ തുടങ്ങിയിട്ടും എൻ്റെ കയ്യിൽ അങ്ങനെ ക്രയോൺസ്, കളർ പെൻസില് അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഇത് ഞാൻ അസൈൻമെൻറ്റ് എഴുതാനായിട്ട് റീസെൻ്റ്ലി കോളേജിൽ കൂട്ടണമെങ്കിൽ മുന്നേ മേടിച്ചതാണ്. സ്കെച്ചും ഇതൊരു കളർ ചേഞ്ചിങ് ഹൈലൈറ്റർ പെൻ. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ കാണിച്ചു കൂട്ടിയേക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലെ വരച്ചൊരു പടം കാണിച്ചുതരാം. ഒരഗ്ലി, ഇത് എന്നെക്കാളും വലിയ ബുക്ക്, ചെറിയ ബുക്കാണ്, ഇച്ചിരി കൺവീനിയൻ്റ് അല്ല. പിന്നെ എൻ്റെ കയ്യിൽ റബ്ബറില്ല ഗൈസ്. പെൻസില്, സ്കെയില്, ഷാർപ്നർ ഇതൊക്കെ ഉണ്ട്. അപ്പം റബ്ബറില്ല. എനിക്കാണെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും വായിക്കാണ്ട് പറ്റൂല ഒരു സാധനം.
ഞാനൊരു എലിക്കുഞ്ഞിനെ എന്തോണം വരച്ചേ. ഇത് ഞാൻ പിൻട്രസ്റ്റിലാട്ടോ ഉള്ളത്. പിൻട്രസ്റ്റിൽ നോക്കിയാൽ കുറേ ഡ്രോയിങ്സിൻ്റെ ഐഡിയാസ് ഉണ്ട്. ഞാൻ കുഞ്ഞു പിള്ളേരൊക്കെ വരക്കണത് അത് കണ്ടാലും ചെടിച്ച് ചേർക്കും. ഞാൻ ജസ്റ്റ് ടൈം പോകാനായിട്ട് മാത്രം വരക്കണമെന്ന്. എന്തായാലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നൊക്കെ കൊണ്ടിട്ട് ഇത്ര ഉള്ളപ്പോൾ ഞാനിത് എഴുതട്ടെ, എന്നിട്ട് കാണാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇന്ന് ഞാൻ ഈ എഴുതിയേക്കുന്ന ടു ഡു ലിസ്റ്റിൽ എന്തൊക്കെ ചെയ്തു നോക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് വിശക്കുണ്ടെന്ന്. അപ്പോൾ നമുക്ക് പുട്ട് ചൂടാക്കണം. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇനി പുട്ട് ചൂടാക്കണം. അപ്പോൾ നമുക്ക് പുട്ട് ചൂടാക്കിയിട്ട് കഴിക്കാം. ഇത് ഇങ്ങനത്തെ ഒരു അരിപ്പ പാത്രത്തിലാണ് ചൂടാക്കണേ. ഗോതമ്പ് പുട്ടാണ് കേട്ടോ. ഇച്ചിരി അരിപ്പുട്ട് മിക്സ് ഉണ്ട് ഇതിൽ. എനിവേസ് നമുക്ക് ഗോതമ്പ് പുട്ട് മതി. അപ്പം ഇത് ഒരു പാത്രം വേണം. ഓക്കെ, പുട്ടപ്പം ചൂടാവട്ടെ. അപ്പം കറി പയറുകറി ഉണ്ട്. ഇതും കഴിക്കാം. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എനിക്ക് മറ്റേ കൊറിയർ വന്നത് പൊട്ടിച്ചു നോക്കാനിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് അത് നോക്കാനായിട്ട്. ഞാൻ അല്ല മേക്കപ്പ് ട്രൈ ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യാറെങ്കിലും നമുക്കിപ്പോൾ ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം അല്ലേ. ജസ്റ്റ് എടുത്തോണ്ട് ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം. എൻ്റെ ഷെയ്ഡ്സ് ഒക്കെ നോക്കട്ടെ. എനിക്ക് ഉള്ളിൽ വല്ല പൊട്ടിയൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. പിന്നെ കുളിക്കണം. എനിക്കിപ്പോൾ രാവിലെ എണീറ്റപ്പം ചൂടാണെങ്കിലും ഇപ്പം രാവിലെ എണീറ്റപ്പം തണുപ്പാണെങ്കിലും ഇപ്പം ചൂടെടുക്കണം, വേർക്കണം. അപ്പം നമുക്ക് കുളിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ചിട്ട് അത് സ്വാച്ച് ചെയ്യാം. ഹലോ, അപ്പം ഞാൻ കുളിച്ചിട്ടോ. ഞാൻ തല കുളിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ കുളിച്ചു. അപ്പം നമുക്ക് കൊറിയർ വന്നിട്ടുണ്ടെന്നുണ്ടല്ലോ. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. എനിക്കാണെങ്കിൽ അത് നോക്കാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പം നമുക്കത് എന്താണെന്ന് ഞാനങ്ങനെ മേക്കപ്പ് ആയിട്ടൊന്നും ചെയ്ത് നോക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നോക്കാം. കൊറിയർ ഒന്ന് നോക്കാം. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ വേറെ വീഡിയോയിൽ ട്രൈ ചെയ്യണ വീഡിയോയിൽ പറയാം. ഇതെനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടിട്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. 02 Sienna എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലഷാണ് ഇത്. ഷുഗർ പോപ്പിൻ്റെ. എനിക്കിതിൽ പ്രതി പാക്കേജിങ് നല്ല നൈസായിട്ടുള്ള നല്ലൊരു ബ്ലഷാണ് കേട്ടോ. നല്ലൊരു പിങ്ക് കളർ. ഇതെങ്ങാട്ടാ ഞാൻ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, പിങ്ക് അല്ല, പീച്ച് കളർ കേട്ടോ. നല്ല പീച്ച് കളർ. കോറൽ ഷെയ്ഡ് എനിക്കിഷ്ടമായി. കൊള്ളാം. ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മസ്കാരയാണ്. ഇത് സ്റ്റേസിൻ്റെ. ഇത് കുറേ പേർക്ക് യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് മേടിച്ചാണ്. ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് എങ്ങനെയാണെന്ന് മാത്രം നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇത് നല്ല വലുതാട്ടോ. എന്ന് വെച്ചാൽ സാധാരണ മസ്കാരൊക്കെ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. നല്ല വലുതാണ്. മറ്റൊരു പ്ലാസ്റ്റിക് സിന്തറ്റിക് പോലത്തെ ഒരു ബ്രിസിൽസ് ആണ് കേട്ടോ. മറ്റേ ബ്രഷ് ബ്രിസിൽസ് അല്ല, ഇച്ചിരി സിന്തറ്റിക് പോലെ സിലിക്കോൺ അതൊക്കെ പോലത്തെ ഒരു ഇതാണ്. നമുക്ക് ട്രൈ ചെയ്തിട്ട് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ ഇച്ചിരി ആശ്വാസമായി. ഞാനിത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കാണാൻ. നമുക്കിത് അതുപോലെ തന്നെ അടച്ചു വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് ഈവനിങ് എന്താ പരിപാടി എന്നൊക്കെ നോക്കാം. ഈവനിങ് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്ന് നല്ല ഗ്ലൂമി ആയിട്ടുള്ള മഴയല്ല, ഭയങ്കര രാവിലെ തൊട്ട് നല്ല ഇരുണ്ട് കിടക്കുകയാണ്. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. നല്ല ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ പെയ്യില്ല. ഞാൻ ഇങ്ങനെ മഴ പെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണതാണ്. എനിക്ക് മഴ വേണം, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സോ നമുക്ക് വൈകുന്നേരം എന്തായാലും മഴ പെയ്യുന്ന എനിക്ക് തോന്നുന്നത്.
അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നല്ല മഴയാണ്. ഞാൻ പറഞ്ഞേ എന്തായാലും മഴ പെയ്യുന്ന പറയുന്നത് നല്ല മഴയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒച്ച കേൾക്കണ്ടാവും. പിന്നെ ഞാൻ ഫാൻ എടുക്കണ്ടാവും, ആ ഒരു ഒച്ച കേൾക്കണ്ടാവും. അപ്പോൾ നമുക്കിത് കഴിക്കാം. ബജി കഴിക്കാം, മുട്ട ബജി. പിന്നെ ഞാൻ അതിനൊരു മറ്റേ ഈ തട്ടുകട, ആ കടയിൽ നിന്ന് കിട്ടില്ലേ ബജി കഴിക്കുമ്പോൾ, ഈ ഒരു ഗസ്സിലുണ്ടാക്കിയതാണ്. വെളിച്ചെണ്ണ, വിനാഗിരി, മുളക്, ഉപ്പുപൊടി അതൊക്കെ ഇട്ട് കളിക്കട്ടെ. അപ്പോൾ നമുക്ക് തിന്നാം. ഹായ് ഗായ്സ്, വൈകുന്നേരം വീഡിയോ എടുത്തിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ചെറുതായിട്ടൊരു പനി പോലെ വന്നായിരുന്നു. പിന്നെ ഞാൻ ഡോളൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നോക്കി ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എണീറ്റത്. അപ്പം എനിക്ക് ഞാൻ ടു ഡു ലിസ്റ്റിൽ എഴുതിയൊരു സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ക്രയോൺസ് അല്ല, കളർ പെൻസിൽ മേടിപ്പിച്ചു കേട്ടോ. കളർ പെൻസിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കളർ പെൻസിൽ മേടിപ്പിച്ചു. പിന്നെ ഒരു പെൻസിൽ, റബ്ബർ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതും കൊണ്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ എന്താണ്, പനി ആയതുകൊണ്ടിട്ട് ഫുൾ ഉറക്കം ക്ഷീണമുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 10, 11, 12 മണിയാണ്. ഇതാണ് കറണ്ട് ഇടക്കിടക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പോകും. 3-4 പ്രാവശ്യം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ കറണ്ട് പോയി വന്നുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ എന്തായാലും ഇത്ര തന്നെ എടുക്കാൻ പറ്റുള്ളൂ. മിക്കവാറും എന്തായാലും കറണ്ട്, കാരണം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇത് കളർ പെൻസിൽ, റബ്ബർ. പിന്നെ വേറൊരു കാര്യം, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ്, എന്താണെന്നറിയില്ല. ഈ സാധനം ഇതെന്താണ്, കളർ ചേഞ്ചിങ് ഹൈലൈറ്റർ പെണ്ണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഐ മീൻ ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാനൊരു 1 മന്തായിട്ട് ഇങ്ങനെ അസൈൻമെൻറ്റൊക്കെ ഇതൊന്നും യൂസ് ചെയ്യുന്നു. പക്ഷേ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും കേട്ടോ. നിങ്ങൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എനിക്കിതൊരു പുതിയ അറിവാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ഞാനിത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് എഴുതുക. ബട്ട് ഇതിൻ്റെ അടിയിലൊരു സാധനം, ഈ സാധനം ഞാൻ ഇന്നാണ് കണ്ടത്. ഞാൻ ഇന്ന് ഈ ട്യൂബിലോട്ട് അല്ലെങ്കിൽ ഈ പാക്കിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നൊക്കെയാണ് ഇങ്ങനെ അണ്ണ എൻ്റെ അടിയിലൊരു നിബ് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തുറന്നാൽ പൊട്ടി പോകുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ 2 വീതം തുറന്നപ്പോൾ ഒരു നിബ് പോലെ സാധനം എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചത് ഇത് ഇറേസ് ചെയ്താണ്, ഇറേസറാണ് എന്നെ പറഞ്ഞിരിക്കണേന്ന് വരെ ഞാൻ ചിന്തിച്ചു. സോറി, ഒന്നും വിചാരിക്കരുത്, എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴെനിക്കത് എന്തിനുള്ള സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. പല കളറാകും തോന്നുന്നു ഇതിൻ്റെ മുഖത്ത് ഇത് വെച്ച് ചെയ്താൽ, ഇടണോ. അപ്പോൾ ഞാൻ എല്ലാ കളറിലും എന്താവും, ഇതെല്ലാം ഒരേ കളറാണ് ആവാന്നൊക്കെ നോക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇത്രയും വീഡിയോ ഉണ്ടാവും, മറ്റത് എടുക്കാൻ പറ്റുമെന്നുള്ള കാരണം കരണ്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമാണെന്ന് പറയണം കേട്ടോ. അതെന്ന് വെച്ചാൽ എങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ സംസാരിച്ച് ചെയ്യണ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യണമെന്നാണ് ഇഷ്ടം. ഞാൻ ഇതിന് മുന്നേട്ട് പ്രീവിയസ്ലി ഒരു വീഡിയോ വോയിസ് ഓവർ ചെയ്യണ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. ഇത് ഞാൻ സംസാരിച്ചാണ് ഡേ ഇൻ മൈ ലൈഫ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയണേ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം ഞാൻ സംസാരിക്കണതിൻ്റെ ഇടയ്ക്ക്, അതൊക്കെ പറയണം. സജഷൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ. പിന്നെ ഞാൻ ഇരുന്ന് സംസാരിക്കണ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന്. ഇതിൽ എനിക്ക് തോന്നിയത് ഇപ്പം തന്നെ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്. കാരണം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിർത്തില്ല. വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ക്ലിപ്പിങ്സ് എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത്ര തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് ആയിട്ട് സംസാരിക്കണ വീഡിയോയിൽ സംസാരിച്ച് അങ്ങോട്ടൊക്കെയോ എന്തൊക്കെയോ കാര്യം പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെ എടുത്ത വീഡിയോ തന്നെ ഒരു 10-15 മിനിറ്റ് ഉണ്ട്. സോ സംസാരിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് സംസാരിക്കുന്ന കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ വിഷയം കമൻറ്റ് ചെയ്യണേ. അല്ല ഇത് ഇച്ചിരി ലോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റോ റെക്കോർഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടാൽ മതിയോന്ന് ചോദിക്കണം കേട്ടോ, വോയിസ് ഓവർ ചെയ്താൽ മതിയോന്ന്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.
അപ്പോൾ കിടക്കുന്നതിന് മുന്നേ എന്തായാലും ജേണലൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു. ആകെ ഇന്നത്തെ ടു ഡു ലിസ്റ്റിലാകെ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണത്. ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞ് സിക്കായി പോയിന്ന്, അല്ലെങ്കിൽ ഞാൻ ഡ്രോയിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഒരു 10-20 പ്രാവശ്യം കറണ്ട് തന്നെ പോയിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ ഗൈസ്, സീ യു.